നമ്മുടെ മൂന്നാമത്തെ പോയിൻ്റാണ് ലീഡർഷിപ്പ് ആൻഡ് സോഷ്യൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. നമ്മളിത് ഒരുപാട് കേട്ടിരിക്കുന്നൊരു വേർഡാണ് ലീഡർഷിപ്പ്. നമ്മളെ റെസ്യൂമിലൊക്കെ കൊടുത്തിട്ടുണ്ടാകും ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട് എന്നൊക്കെ. അപ്പോൾ യഥാർത്ഥത്തിൽ ലീഡർഷിപ്പ് എന്നതുകൊണ്ട് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒരു സിഇഒയുടെ പവറോ അല്ലെങ്കിൽ ഒരു മാനേജറുടെ പവറോ അല്ല. നിങ്ങൾക്ക് ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാലും അത് കൃത്യമായിട്ട് നിങ്ങളുടെ കൂടെയുള്ള ആളുകളിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്ത്, അത് മാനസികമായും അല്ലാതെയും ഇൻഫ്ലുവൻസ് ചെയ്ത് അവരെ കൊണ്ട് പ്രോപ്പർ പ്ലാനിങ്ങിലൂടെ ആ വർക്ക് കംപ്ലീറ്റ് ആക്കി എടുക്കുക എന്നുള്ളതാണ് ഇവിടെ ലീഡർഷിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടായിരിക്കണമെങ്കിൽ എന്തുണ്ടായിരിക്കണം? കൃത്യമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉണ്ടാക്കിയിരിക്കണം. വന്നതോട് കൂടിയിട്ട് നമ്മളെ ജോലികൾ പെട്ടെന്ന് ചെയ്ത് തീർക്കപ്പെടുന്നുണ്ടാവും, ടെക്നോളജിക്കലി പെട്ടെന്ന് തീർന്നുണ്ടാവും. പക്ഷേ അത് എങ്ങനെ ഒരു ടീമിലേക്ക്, അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതെന്ന പോലെ AI തരുന്ന ഇൻപുട്ടുകൾ നമ്മൾ ഏത് സെലക്ട് ചെയ്ത് അത് എങ്ങനെ കൃത്യമായിട്ട് ടീമിലേക്ക് എത്തിച്ച് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നു എന്നുള്ളതിലാണ് ശരിക്കും പറഞ്ഞ കാര്യം വരുന്നത്. ആയിട്ടുള്ളൊരു എക്സാമ്പിൾ പറയാം. നമ്മളെല്ലാവരും വളരെ പരിചിതമായിട്ടുള്ള ഒരു ആപ്പാണ് ടിൻഡർ എന്ന് പറയുന്നത്. ഈ ടിൻഡറിൻ്റെ വൺ ഓഫ് ദി കോ-ഫൗണ്ടർ ആയിരുന്നു വൈറ്റ്നി വുൾഫ് ഹേർഡ് എന്ന് പറയുന്നത്. ആ പുള്ളിക്കാരി 2014 ടിൻഡറിൽ നിന്നും വർക്കൗട്ട് ചെയ്തു. എന്നിട്ട് അവരൊരു ബെറ്റർ ആപ്പ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളൊരു തോട്ടിലായിരുന്നു അവർ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായത്. അപ്പോൾ അതിനുവേണ്ടി അവർക്ക് എന്ത് ചെയ്യാമായിരുന്നു? ബെറ്റർ ആയിട്ട് ടെക്നോളജികൾ കൊണ്ടുവരാമായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. പക്ഷേ ഇവിടെ അവർ ഒരു ചെറിയൊരു മാറ്റം മാത്രമേ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ളൊരു ആപ്പിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ലേഡീസിനായിരുന്നില്ല കൂടുതൽ ഒരു ഇമ്പോർട്ടൻസ് വന്നിട്ടുണ്ടായിരുന്നത്, കോമൺ ആയിരുന്നു. അപ്പോൾ ഇവിടെ മാത്രമല്ല, അവിടെ ഒരു ഇൻസെക്യൂരിറ്റി ഇവിടെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് അവർ പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ അവർ തുടങ്ങിയിട്ടുള്ള ഒരു കമ്പനിയിൽ എന്ത് വന്നു? തീരുമാനം എടുക്കാനുള്ളൊരു കപ്പാസിറ്റി, ഒരു പെർമിഷൻ ലേഡീസിന് കൊടുത്തത് കൊണ്ട് തന്നെ കൂടുതൽ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് ഈ ആപ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചു. കുറച്ചുകൂടി സേഫായിട്ട് ഉപയോഗിക്കാനുള്ള സേഫ്റ്റി മെഷർമെൻറ്റ് ആളുകൾക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു തീരുമാനം കൊണ്ട് സാധിച്ചു. അതുകൊണ്ട് തന്നെ ഈ ഒരു ചെറിയ മാറ്റം 2021 വൈറ്റ്നി വുൾഫിനെ 31-ാം വയസ്സിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള, ഏറ്റവും യുവ ബിസിനസ് വനിതയായിട്ട് തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഒറ്റ തീരുമാനം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി, അല്ലെങ്കിൽ ആ ഒരു സ്കില്ല് ഉപയോഗിച്ചുകൊണ്ട് ലീഡർഷിപ്പിനെ എങ്ങനെ ഉപയോഗപ്പെടുത്തി എന്നുള്ളതിൻ്റെ ഏറ്റവും ഒരു ഉദാഹരണമാണ് ഈ ഒരു ടിൻഡറിൻ്റെ ഈ ഒരു കമ്പനിയുടെ കഥ എന്ന് പറയുന്നത്. ഇന്ന് ആ ഒരു കമ്പനി അറിയപ്പെടുന്നത് ബംബിൾ എന്നാണ്. ആ ബംബിളിൽ നിന്ന് വളരെ വിജയകരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. മറ്റൊരു കാര്യം, ഇന്നത്തെ കാലത്ത് നമ്മൾ എത്ര തന്നെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും അതെവിടെയും വിസിബിൾ അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൊരു വാക്കാലുള്ളൊരു മാത്രമേ വരുന്നുള്ളൂ. അതായത് നമ്മളിപ്പോൾ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണുന്നുണ്ടെങ്കിലും അത് ഏതെങ്കിലും രീതിയിൽ അത് നമ്മുടെ കരിയറിനെ സപ്പോർട്ട് ചെയ്യുന്നതാണെങ്കിൽ ഏതെങ്കിലും രീതിയിൽ റെക്കോർഡ് ചെയ്ത് മാധ്യമങ്ങളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ വളരെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് അതിനായിട്ട് ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ഈ ലോകത്തുണ്ട്. നമുക്ക് യൂട്യൂബ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം, അല്ലെങ്കിൽ ലിങ്ക്ഡിൻ പോലുള്ള പ്രൊഫൈലുകൾ നമുക്ക് ആ ഒരു പ്രശ്നം എന്താണെന്നും അത് സോൾവ് ചെയ്ത രീതി എങ്ങനെയാണെന്ന് കാണിക്കുന്നതിലൂടെ നമ്മൾ സ്കില്ല് കാണിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഇൻഫ്ലുവൻസർ ആവുന്നത് എന്തുകൊണ്ട് ഇന്നത്തെ കാലത്ത് നല്ലതാണ്. നല്ല ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിലൂടെ, നല്ലൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതിലൂടെ നമുക്ക് നല്ലൊരു കരിയർ ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് വിദഗ്ധരായിട്ടുള്ള ആളുകൾ പറയുന്നത്. ലാസ്റ്റുള്ള ഒരു സ്കില്ലെന്ന് പറയുന്നത് മെറ്റാ ലേണിംഗ് എന്ന് പറയുന്നത്. മെറ്റാ ലേണിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്നത്തെ കാലത്ത് ഒരുപാട് പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേ ഇരിക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ. കാരണം ഇന്ന് വരുന്ന കാര്യമായിരിക്കില്ല ചിലപ്പോൾ ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ കാണുന്നത്. പുതിയ കാര്യങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടേ ഇരിക്കേണ്ട സിറ്റുവേഷൻ വരും. നമുക്ക് പഴയ കാലം പോലെ പഠിച്ചെടുക്കുന്നതിന് വേണ്ടി ഒരുപാട് സമയം എടുക്കാനുള്ള ഒരു കാലഘട്ടമല്ല ഇത്, പെട്ടെന്ന് പഠിക്കുക. അപ്പം മെറ്റാ ലേണിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു കാര്യം ഈസി ആയിട്ട് സ്പീഡായിട്ട് ഫാസ്റ്റായിട്ട് പഠിച്ചെടുക്കുക എന്നുള്ളത് വളരെ വലിയൊരു ലേണിംഗ് ആയിട്ട്, വളരെയധികം സ്കില്ലായിട്ട് ഇന്നത്തെ കാലത്ത് കമ്പനികൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതും നമ്മുടെ വൺ ഓഫ് ദി ബെസ്റ്റ് സ്കില്ലായിട്ട് എടുത്ത് പറയാവുന്നൊരു കാര്യമാണ്. ഈ ഒരു നമ്മൾ പഠിച്ചെടുക്കുക മാത്രമല്ല, നമ്മളത് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യപ്പെടുക എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ നോക്കണം. പഠിച്ചാൽ മാത്രം മതിയല്ലോ. നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, ആ കമ്പനിയിൽ നിന്ന് അടുത്ത കമ്പനിയിലേക്ക് പോകുമ്പോഴേ അവിടെ സിസ്റ്റം വ്യത്യാസം ഉണ്ടാകും, അവിടുത്തെ രീതികൾ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ നമ്മളത് പഠിക്കുക മാത്രമല്ല, അത് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്തെടുക്കാനുള്ള സ്കില്ലും നമ്മൾ ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ അത് വൺ ഓഫ് ദി ബെസ്റ്റ് സ്കില്ലായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമുക്ക് പരിചിതമായിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു 5 സ്കില്ലുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത്.
ഈ സ്കില്ലുകളാണ് ഇനി വരുന്ന കാലഘട്ടത്തിൽ നിങ്ങളുടെ റെസ്യൂമുകളിൽ ഉണ്ടായിരിക്കേണ്ടത്. അവയാണ് കൂടുതലായിട്ടും ആളുകൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കും. നമുക്ക് വേണമെങ്കിൽ ഒരു ഓപ്പൺ ഡിസ്കഷൻ ഇവിടെ കമൻ്റായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണുന്നവരെ സൈനിങ് ഓഫ്. ബൈ.